നിറഞ്ഞ് കവിയാൻ ഒരു സ്ഥലവുമില്ല. ഒരൊറ്റ വഴി മാത്രം. ഇവിടെ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ചെറിയ വഴിയുണ്ട്. ആ വഴി മാത്രം പ്രവർത്തകർ ഒഴിച്ചിട്ടിരിക്കുന്നു. ബാക്കി നിറഞ്ഞ് കവിഞ്ഞ നിലമ്പൂർ. ഇവിടെയുള്ള ഒരു കെട്ടിടത്തിന് മുകളിൽ പോലും കയറി നിൽക്കാൻ സ്ഥലമില്ല. ആര്യാടൻ ഷൗക്കത്തിന്റെ വരവ് ഇനിയും ഉണ്ടായിട്ടില്ല. എപ്പോൾ ഷൗക്കത്ത് ഇവിടേക്ക് എത്തും എന്നുള്ളത് മാത്രമാണ് അറിയേണ്ടത്. പക്ഷേ ഷൗക്കത്ത് വരുന്നതിന് മുന്നേ തന്നെ UDF അനുവദിച്ച് നൽകിയിരിക്കുന്ന സ്ഥലം നിറഞ്ഞു കവിഞ്ഞു. ഇനി ആര്യാടൻ ഷൗക്കത്ത് വന്നാൽ ഇതിലെ എങ്ങനെ ഇവിടേക്ക് വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എല്ലാവരും ചോദിക്കുന്നു, ശ്രീ പി സി വിശ്വനാഥ്, നിങ്ങളുടെ സ്ഥാനാർത്ഥി എവിടെ? ഞങ്ങളുടെ സ്ഥാനാർത്ഥി വഴിക്കടവ് മുതലുള്ള എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥി സ്വീകരണം ഏറ്റുവാങ്ങിയിട്ടാണ് ഇവിടെ ഈ പ്രചാരണത്തിന്റെ സമാപനത്തിന് മുമ്പ് ഇവിടെ എത്തിച്ചേരാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അധിക സമയത്തിനുള്ളിൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേരും. പ്രതീക്ഷ, മറ്റൊരു കാഴ്ച കൂടി കാണിച്ചു തരാം. തൊട്ടടുത്ത് നിൽക്കുന്ന സന്ദീപ് വാര്യരുടെ കയ്യിലുള്ള കൊടിയൊന്ന് കാണണം. സന്ദീപ് അത് ഉയർത്തിപ്പിടിക്കുമ്പോൾ മറ്റൊരു കൗതുകം കൂടിയുണ്ട്. സന്ദീപ് വാര്യർ, പണ്ട് ഒപ്പമുണ്ടായിരുന്ന ആളുകളൊക്കെ അപ്പുറമുണ്ട്. ഒരു ഭീഷണിയായി മാറൂ? പണ്ടൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ പണ്ട് എപ്പോഴും ഒപ്പം ഉണ്ടായിരുന്ന ഒന്നിച്ച് തന്നെ നിൽക്കുന്നുണ്ടല്ലോ അവിടെ CJP ആയിട്ട്. ആ CJPക്ക് പാലക്കാടേതുപോലെ തന്നെ ജനങ്ങളോട് തിരിച്ചടി കൊടുക്കും. ഇവിടെ UDF അത്യുജ്വലമായിട്ടുള്ള വിജയം നേടും. പാലക്കാട് 2.0 ആണ്. പാലക്കാട് അതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി UDFന്റെ സ്ഥാനത്ത് വിജയിക്കാൻ പോവുകയാണ്. ഒരു പ്രഡിക്ഷൻ ഉണ്ടോ ഈ ജനക്കൂട്ടം കണ്ടിട്ട്? ഒരു പ്രഡിക്ഷൻ ഉണ്ടോ ഇന്ന് ഈ ജനക്കൂട്ടം കണ്ടിട്ട്? ഞാൻ ഈ സമയത്ത് ഒരു പ്രഡിക്ഷൻ മുതിരുന്നില്ല. പക്ഷേ നിലമ്പൂരിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം